എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് അവിടെ ഉണ്ടായ പഴം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ ഉണ്ടായിരുന്നു. കുറച്ച് ഞാൻ കൃഷ്ണേട്ടന് കൊടുത്തു വിട്ടു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ. ബാക്കിയുള്ളത് ഞാനും പൊന്നും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പൊന്നുവിന്. അവൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പലഹാരം, അവൾക്ക് മധുരത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. പഴം ബോണ്ടയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. അതിന് 3 പഴം എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. 2 ഏലക്കായും ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തു കേട്ടോ. പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര വേണ്ടാത്തവർക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാകാവുന്നത് വരെ കുഴച്ചെടുക്കുക. മൈദ വേണ്ടവർക്ക് മൈദയും ചേർക്കാം കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും ചേർക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഞാൻ രാവിലെയാണ് ചെയ്ത് വെച്ചത്, എന്നിട്ട് വൈകിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈയൊന്ന് നനച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് അതുപോലെ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോഴാണ് ഉള്ളൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഞാൻ രണ്ടാമത്തെ തവണ ഉണ്ടാക്കുമ്പോൾ ഇത് ഉരുളകളുടെ വലിപ്പം കുറച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ 3 തവണയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ.